രാവിലെ എന്നെ അമ്മേരെ അനുഗ്രഹം മേടിച്ച് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഒരു ദൂരയാത്ര പോവാണ്. കോടികൾ മുടക്കി പണിഞ്ഞ ഒരു കംപ്ലീറ്റ് അലക്സ കൺട്രോൾഡ് വീട്ടിന്റെ പാല് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. വണ്ടി ഓടിച്ച് കുറെ ദൂരം എത്തിയപ്പോഴേക്കും നടുവേദന കാരണം ഞാൻ വണ്ടി നിർത്തി ഇറങ്ങി. റോഡ് സൈഡിൽ വിൽക്കാനിട്ടിരുന്ന കസേരയിൽ കയറി കുറച്ചു നേരം ചാരി അങ്ങിരുന്നു. നടുവേദന മാറിയിട്ട് വീണ്ടും വണ്ടി എടുത്തിറങ്ങി. വഴിയിലുണ്ടായിരുന്ന പച്ച സിഗ്നലും ചുമന്ന സിഗ്നലും സീബ്ര ക്രോസിംഗും എല്ലാം ചാടി ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ വഴിയും തെറ്റി ഏതോ വയലിൽ ചെന്നിറങ്ങി. അവിടുത്തെ കാഴ്ചകളും കണ്ട് അവിടെ നിന്നൊരു കറക്കം ഇറങ്ങി വീണ്ടും വണ്ടി എടുത്ത് വെട്ടിയാർ പാലത്തിലൂടെ വണ്ടിയും തള്ളി നേരെ പോയി ചെന്ന് ഈ ക്ഷേത്രം കണ്ടങ്ങ് തൊഴുതു. എന്നിട്ട് വീണ്ടും മുന്നോട്ട് പോയി. തിരിയാനുള്ളിടത്തൊക്കെ തിരിഞ്ഞു, വളയുള്ളിടത്തൊക്കെ വളഞ്ഞു. ഏതൊക്കെ തെങ്ങുമ്പണേ കൂടി ഗൂഗിൾ മാപ്പ് എന്നെയും വലിച്ചുകൊണ്ട് അയച്ചു തന്ന ലൊക്കേഷനിലേക്ക് എത്തി. ഗേറ്റും തള്ളി തുറന്ന് അകത്തേക്ക് എന്ന് എന്റെ ഫ്രണ്ടിനെ കണ്ടു. ഞങ്ങൾ ആദ്യമായിട്ട് കാണുവാണ്. ഇതാണ് ഗോപികൃഷ്ണന്റെ വീട്. വിരലടയാളം വെച്ച് ഡോറും തള്ളി തുറന്ന് അകത്തേക്ക് എന്നപ്പോഴേക്കും എന്റെ കണ്ണ് തള്ളിപ്പോയി. ഒരു പൊളപ്പം വീട്. നമുക്കിനി വീടൊന്ന് കാണാം. ഇതാണ് കിച്ചൺ. ഇതൊരു ബെഡ്റൂം. ഇനിയുള്ളത് ബെഡ്റൂമിന്റെ അടുത്തുള്ള ബാത്റൂം. എന്റെ കൂട്ടുകാരനെ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും. പുള്ളിക്കാരൻ നിങ്ങളുടെ ഒരു ടെക്കി ഫ്രണ്ടാണ്. ഉള്ള ബെഡ്റൂം എല്ലാം ഒരേ പൊളി. എല്ലാ അറേഞ്ച്മെന്റ്സും കൊള്ളാം. സ്റ്റെയർ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ സ്റ്റെയർ കൂടെ 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഇനി നമുക്ക് ഗോപിന്റെ റൂം കാണാം. ഇനിയുള്ള വീഡിയോസ് എല്ലാം ഈ റൂമിലിരുന്നാണ് ഗോപി ചെയ്യുന്നത്. എങ്ങനെയുണ്ട് കാണാൻ തന്നെ അടിപൊളിയല്ലേ. പിന്നെ നോക്കിയപ്പോൾ കാണാം ഒരു ഐഫോണിനെ വെട്ടിപ്പൊളിച്ച് പീസായി ഫ്രെയിം ചെയ്ത് ഭിത്തിയിൽ വെച്ചേക്കുന്നു. അതെല്ലാം കണ്ടിട്ട് ഞങ്ങളെ ഓടുന്നത് ഉച്ചയ്ക്കത്തെ ചോറ് കഴിക്കാനായിരുന്നു. ഇവിടെ നിന്ന് ചോറിന് ആദ്യം കിട്ടിയ സാമ്പാറായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ആദ്യം പരിപ്പാണ്. ചോറ് കഴിച്ച് വീടും തുറന്ന് അകത്തേക്ക് പോയി. കോടികളുടെ വീടാണെന്ന് പറഞ്ഞെങ്കിൽ കോടികളൊന്നും ആയില്ലെന്ന് പിന്നീടാണ് അറിഞ്ഞത്. പാല് കാച്ചാൻ സമയമായി. എല്ലാം മുകളിൽ നിന്ന് ഒരുത്തൻ നോക്കി കാണുന്നുണ്ട്. അവിടുത്തെ ചടങ്ങുകളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അടുത്തൊരു ചായക്കുള്ള സമയമായി. ഒരു ചായ മേടിച്ച് പ്രജിമോന്റെ മണ്ട തുറക്കണ കാർ കയറിയിരുന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞു. വീണ്ടും വിശപ്പായി തുടങ്ങി. ഞങ്ങളെല്ലാം ഇവിടെ നേരെ പോയി ഒരു ബിരിയാണി കഴിച്ചു. നേരം വെളുത്തപ്പം വന്ന ഞാനാണ്. സമയം കുറയായി. ഇത് മാവേലിക്കരയാണ്. ഇപ്പോഴേ പോയാലേ ഞാനൊരു 9 മണിയെങ്കിലും ആകുമ്പോൾ എന്റെ വീട്ടിലെത്തുള്ളൂ. അവരോടെല്ലാം ടാറ്റ പറഞ്ഞു. ഞാൻ വണ്ടിയെടുത്ത് സ്ഥലം വിട്ടു.